ഡയബറ്റീസ് പെർ ചർച്ചയായിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് യശോഭൂമി ഡൽഹിയിലാണ്. നമ്മുടെ കൂടെ ഉണ്ട് ഡോക്ടർ നിഷാദ് ഫ്രം ട്രിവാൻഡ്രം. വെൽക്കം സർ. ക്വസ്റ്റ്യന് പോകുന്നതിന് മുമ്പ് സാറിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ വർക്കലയിലും SKS വെൽനസ് സെന്റർ ആറ്റിങ്ങലിലും വർക്ക് ചെയ്യുന്നു. വളരെ നന്ദി ഡോക്ടർ. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിന്റെ മുകളിൽ ഏത് പോലത്തെ എഫക്റ്റ് ആണ് ഉള്ളത്? വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായും പലർക്കും സംശയമുണ്ട്, ഡയബറ്റിസ് പേഷ്യൻറ്റ് ഫാസ്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന്. തീർച്ചയായിട്ടും ഡയബറ്റിസ് പോലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇൽനെസ്സിനെ അല്ലെങ്കിൽ കുഴപ്പത്തിനെ മാറ്റുവാനും പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം. ഒരു ദിവസത്തിൽ 12 മുതൽ 14 മണിക്കൂർ ആഹാരം നിയന്ത്രിച്ചോ അല്ലെങ്കിൽ ഒട്ടും തന്നെ കഴിക്കാതെ നോക്കുന്നത് നിങ്ങളെ മെറ്റബോളിക്കലി ഹെൽത്തി ആക്കും. മെറ്റബോളിക്കലി ഹെൽത്തി ആക്കുന്നു എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിക്കാനും മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാനും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുവാനുമെല്ലാം ഫാസ്റ്റിംഗ് വളരെയധികം സഹായിക്കും. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധാരാളം അളവിന് ഇൻസുലിൻ എടുക്കുമ്പോൾ പ്രത്യേക തരം ഗുളികകൾ കഴിക്കുമ്പോഴെല്ലാം അത് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുവാൻ. വളരെ ശരിയാണ് ഡോക്ടർ. ഇത് വേൾഡ് ഡയബറ്റിസ് മന്ത് ആയതുകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ടോ സാറിന്റെ അടുത്ത്? ലോക പ്രമേഹ ദിനം ആചരിക്കുന്ന ഈ മാസത്തിൽ പ്രമേഹം കാട്ടുതീ പോലെ പടർന്നു പോകുന്ന ഈ അവസരത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രിക്കാനുള്ള പരിശ്രമം. നമ്മൾ വളരെ വേഗതയിൽ, ഭയങ്കരമായ വേഗതയിൽ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം ഒന്ന് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടുക, അല്ലെങ്കിൽ ഒരു റിലാക്സ് ആകുന്ന തരത്തിൽ നിങ്ങൾ ഒന്ന് നടക്കാൻ ശ്രമിക്കുക, ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യൂ. തീർച്ചയായിട്ടും നല്ല ഫലമുണ്ടാകും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.